മനുഷ്യ വന്യജീവി സംഘർഷം തുടർക്കഥയാകുമ്പോൾ പ്രതിരോധ മാർഗങ്ങൾക്ക് പകരം വനമേഖലയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനാണ് വനംവകുപ്പിന്റെ ശ്രമമെന്ന ആരോപണമാണ് ഉയരുന്നത്. ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ വനമേഖലയുള്ള കേരളത്തിൽ വനവ്യാപ്തി വർദ്ധിപ്പിക്കുന്നത് പ്രായോഗികമല്ല എന്ന് പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു. വിശദമായ പഠനം നടത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്ന ആവശ്യവും പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ കെയർ കേരള മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഓരോ വർഷവും ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളും അതുമൂലമുള്ള മരണങ്ങളുടെയും കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകുന്നത് വന്യജീവികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധനവിനനുസരിച്ച് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിക്കുന്നു എന്നതാണ്. 2008 മുതൽ 2021-22 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകും. 2008-ൽ 13 പേരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 2012-ൽ അത് 169 വർദ്ധിച്ചു. കഴിഞ്ഞ 13 വർഷം കൊണ്ട് 1478 പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ കാട്ടാനകളുടെ എണ്ണത്തിലുണ്ടായ വർധന കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 1993-ൽ 4286 ആനകൾ മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. 2011-ലെ കണക്കുകൾ അനുസരിച്ച് 7490 ആനകൾ ഉണ്ടെന്നാണ് വ്യക്തമാകുന്നത്. 2012 മുതലാണ് കാട്ടാന ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യജീവനുകൾ നഷ്ടമായതും. അതുകൊണ്ട് തന്നെ ഒരു വിദഗ്ധ സമിതിയുടെ ശാസ്ത്രീയമായ പഠനം ഇതിന് അനിവാര്യമാണെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ തന്നെ പറയുന്നത്. അടിയന്തരമായിട്ട് തന്നെ ചെയ്യേണ്ടത് വിദഗ്ധ സമിതിയെ നിയോഗിച്ച് പഠിച്ച് മൃഗങ്ങളെ പ്രതിരോധിക്കുവാനുള്ള, വനത്തിൽ നിന്നും ജനവാസത്തിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള പ്രതിരോധ നടപടികൾ ഉടൻ തന്നെ കൈക്കൊള്ളണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകനായ എനിക്ക് പറയുവാനുള്ളത്. കേരളത്തിന്റെ വിവിധ മേഖലകളിൽ വനത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാൻ വനം വകുപ്പ് നീക്കം നടത്തുന്നുണ്ട്. എന്നാൽ വനാവരണം കാത്തുസൂക്ഷിക്കുന്നതിൽ ഇന്ത്യയിൽ 2ാം സ്ഥാനത്തുള്ള കേരളത്തിൽ ഇനി എങ്ങനെ വനവ്യാപ്തി വർദ്ധിപ്പിക്കുമെന്ന ചോദ്യവും ഉയരുന്നു. 38,863 ചതുരശ്ര കിലോമീറ്ററുള്ള കേരളത്തിൽ വനാവരണം 54.42%. കേരളത്തിലെ ജനസംഖ്യ 3.5 കോടി. ഇന്ത്യയിൽ ശരാശരി ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 418 പേർ താമസിക്കുമ്പോൾ കേരളത്തിലത് ഒരു ചതുരശ്ര കിലോമീറ്ററിൽ 860 ആണ്. എന്നിട്ടും വനവിസ്തൃതി കേരളം വർദ്ധിപ്പിച്ചു. 15,577 ചതുരശ്ര കിലോമീറ്റർ ഉണ്ടായിരുന്നത് 21,253 ചതുരശ്ര കിലോമീറ്ററായി വർദ്ധിച്ചു. ഈ കാരണങ്ങൾ കൊണ്ടാണ് വനമേഖലയുടെ വ്യാപ്തി വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രം കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് തടയിടുവാൻ കഴിയില്ല എന്ന് പരിസ്ഥിതി പ്രവർത്തകർ പോലും പരസ്യമായി പറയുന്നത്. കാരണം കേരളത്തിന്റെ വനമേഖലയുടെ വാഹക ശേഷിയേക്കാൾ കൂടുതൽ വന്യജീവികളുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞു. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.